എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു വെള്ള കടല കറി വെക്കാം. 12 മണിക്കൂർ കുതിർത്ത് വെച്ച കടല ഒരു കുക്കറിലോട്ടിട്ട് ഒരു 6-7 വിസിൽ വരും വരെ വേവിക്കണം. 12 മണിക്കൂർ കുതിർത്ത് വെച്ച കടല കുക്കറിലോട്ടിട്ട് കപ്പ് വെള്ളവും ഒഴിച്ച് കടല നമുക്ക് ഒരു 6-7 വിസിൽ വരും വരെ വേവിച്ചെടുക്കണം. നമുക്ക് മസാല റെഡിയാക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് ഒരു 2.5 സ്പൂണ് എണ്ണയാണ് ഒഴിച്ചത്. കടുകെണ്ണയിലാണ് ഇന്ന് വെക്കുന്നത്. കടുകെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിച്ചു. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സിന്നാമൺ സ്റ്റിക്ക്, 2 ബേ ലീഫ് ഇട്ട് ചൂടാക്കി. നമുക്ക് ഒരു 4 തക്കാളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടെ അരച്ച് പേസ്റ്റ് ഈ എണ്ണയിലോട്ടൊഴിച്ച് എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത്രയിട്ട് പൊടിയുടെ പച്ചമണം മാറും വരെ ഇളക്കാം. മിക്സി കഴുകി 2 സ്പൂൺ വെള്ളവും കൂടെ മസാലയിലോട്ട് ഒഴിച്ചു. ഇനി നമ്മൾ വേവിച്ച് വെച്ച കടല ഈ മസാലയിലോട്ട് വാരിയിടാം. കടലയുടെ വെള്ളം ഒഴിക്കല്ല, കടല മാത്രം ഇടണം. ഈ മസാലയെല്ലാം കടലയിൽ പിടിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. രണ്ട് സ്പൂൺ വേവിച്ച കടല മിക്സിയിൽ അടിച്ചതാണ് ഇത്. കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ഒഴിക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഇനി ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് മല്ലിയിലയും ഇട്ട്, ഇപ്പോൾ കറി റെഡിയായി. മല്ലിയില ഇട്ട് നമുക്ക് പത്ത് മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യാമേ. ഇത് ഞാനിവിടെ ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്തത്. ചോറിനും അപ്പത്തിനും എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. വീഡിയോ കണ്ടതിന് താങ്ക് യു. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ.